മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നുള്ളതിലല്ല, നമ്മൾ എന്ത് ചെയ്യണമെന്നുള്ളതിലാണ് കാര്യം. ഇത് നമ്മളെല്ലാവരും ഇങ്ങനെ എപ്പോഴും എപ്പോഴും കാണുന്നൊരു സംഭവമാണ്. ഒരു അപകടം ഉണ്ടാകാൻ കാത്തിക്കണം വേണ്ടല്ലോ. പോസ്റ്റ് ഇപ്പോൾ ഇങ്ങനെ ഇറക്കി കൊണ്ടുവന്ന് ഇവിടെ വെച്ചത് അത് കെ.എസ്.ഇ.ബിക്കാരെ കുറ്റം പറയാൻ പറ്റില്ല. വളരെ സേഫ്റ്റി ആയിട്ട് ഒരു അരിയിൽ വെച്ചാണ്. പക്ഷെ ഈ വെള്ളക്കെട്ടാണ് ഇവിടെ അപകടം. ഷടാ സുഹൃത്തുക്കളെ, അരിച്ചാട്ടോ, അരിച്ച് വൈത്തിരിയാണേ. അന്ന് കണ്ടില്ല വണ്ടിയിൽ കുറച്ച് സാധനങ്ങളൊക്കെ, ഒരു കൈക്കോട്ടുണ്ട്, ഒരു കത്തി. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് നമുക്ക് നേരിട്ട് കാണാം. ഓക്കെ, ആരും ഫോളോ ചെയ്യണില്ല കേട്ടോ. അതിങ്ങനെ നീക്കി നീക്കി പോകാന്നല്ലാതെ ലൈക്ക് പോലും അടിക്കാത്ത ആൾക്കാരുണ്ട്. ഏതായാലും നമ്മളെ പിന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് ഫോളോ ചെയ്യാം. അപ്പോളേ അവിടെ കണ്ടില്ല റോട്ടുമ്പോൾ വെള്ളം കെട്ടിക്കണം. ഇത് വല്ല ബൈക്ക് സൈഡാക്കി കുറച്ച് അടുപ്പിക്കൽ കുറച്ച് കൂടി കഴിഞ്ഞാൽ ഇരുമ്പിൻ്റെ പോസ്റ്റാണ് അപ്പുറത്തുള്ളത്. അങ്ങനെ ഒരു അപകടം ഒഴിവാക്കണ വർക്കാട്ടെന്ന്. അപ്പം അന്ന് എന്നോടൊരു ഗൾഫിൽ നിന്ന് ഒരാൾ പിന്നെ മെസ്സേജ് അയച്ചാ ആ സുഗന്ധഗിരി ആ വളവിൽ വെള്ളം കെട്ടിക്കുന്നുണ്ട്. അത് ഏതായാലും ഈ വീഡിയോ എടുക്കല്ലേ, അതൊന്ന് കാച്ചി ക്ലീൻ ചെയ്തുകൂടെയെന്ന്. ഇപ്പൊ കണ്ടില്ലേ, ഇത് ഈ വെള്ളവരനോട് ഏകദേശം 1 മീറ്റർ അടുപ്പിച്ചാണ് ഈ വെള്ളം നിറഞ്ഞു നിൽക്കുന്നത്. പെട്ടെന്നൊരു ബസ്സോ ലോറിയോ വന്നു കഴിഞ്ഞാൽ ബൈക്കുകാരെ കാര്യമാണ്. ഉള്ളിലിതാ ആടെ ചളിയാ കണ്ടോ, വളരെ ലൂസ് ചളിയാണ്. ഇതൊന്ന് ടയറുമ്പോൾ തട്ടിക്കഴിഞ്ഞാൽ അതിലേക്ക് ബൈക്ക് ഇറങ്ങിയാൽ ഒരിക്കലും അപകടം ഇല്ലാതെ നിൽക്കില്ല. കാരണം ഇരുമ്പിന്റെ പോസ്റ്റ് അവിടെ വെച്ചിട്ടുണ്ട്. ആ ഇരുമ്പിന്റെ പോസ്റ്റുമ്പോൾ പോയി അടിക്കും. പോസ്റ്റ് ഇപ്പോൾ ഇങ്ങനെ ഇറക്കി കൊണ്ടുവന്ന് ഇവിടെ വെച്ചത് അത് കെ.എസ്.ഇ.ബിക്കാരെ കുറ്റം പറയാൻ പറ്റില്ല. വളരെ സേഫ്റ്റി ആയിട്ട് ഒരു അരിയിൽ വെച്ചാണ്. പക്ഷെ ഈ വെള്ളക്കെട്ടാണ് ഇവിടെ അപകടം. അതൊന്ന് ക്ലീൻ ചെയ്യാൻ. ആ വെള്ളം ഫുള്ളായിട്ടൊന്നും പോവില്ല, കുറച്ചൊക്കെ പോയി കിട്ടിയാൽ നല്ലതല്ലേ. ഇപ്പൊ പഞ്ചായത്ത് പണിക്കാരുണ്ടെങ്കിൽ ഇതിന്റെ ആവശ്യമൊന്നുമില്ല. പക്ഷെ ഓൾക്ക് ഇവിടെ പണി റെഡി ആയിട്ടില്ല തോന്നുന്നു. ഇതൊക്കെ കോൺക്രീറ്റിലാണ് ഈ ചളി വന്ന് കിടക്കുന്നുണ്ട്. കോൺക്രീറ്റിലാ. നല്ല അട്ടയുണ്ട് കേട്ടോ. അട്ടന്റെ അഭിഷേകമാണ്. ഇപ്പൊ കണ്ടില്ലേ വെള്ളം പോണത്? ഇത്രയേ ഉള്ളൂ. ഒരു കൈക്കോട്ട് തോണ്ടിക്കഴിഞ്ഞാൽ ബൈക്കുകാരി എന്ന് മാത്രമല്ല, ഇത് നടന്നു പോകുന്ന ആൾക്കാരുടെ ജീവനും മേത്ത് ചളിയാണീനൊക്കെ നല്ലത്. കുറച്ചുകൂടി താത്തണം. ഇതൊക്കെ ചെയ്യുമ്പോഴേ ആരെങ്കിലും എന്തെങ്കിലും കരുതും വിചാരിക്കും എന്നുള്ളത് നമ്മൾ ചിന്തിച്ചിട്ട് കാര്യമില്ല. നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതിലാണ് കാര്യം കിടക്കുന്നത്. ആരെന്ത് വിചാരിക്കും, ക്യാമറയും പിടിച്ച് റോഡിൻ്റെ അവിടെ കൂടെ പോയി എന്തോന്ന് കാര്യം സാധിക്കാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ അങ്ങനെ വിചാരിച്ചിട്ട് കാര്യമില്ല. നമ്മളിടത്ത് ചെയ്യണതേ വീഡിയോ എടുത്ത് പ്രചരിപ്പിച്ചാലേ മറ്റൊരാൾക്കും കൂടി ഇത് ചെയ്യാൻ കഴിയുള്ളൂ. അത് നോക്കടാ, വറ്റി വരുന്നില്ലേ? കുറച്ചുകൂടി താത്താൻ പറ്റൂല, കാരണം ഇവിടെ കോൺക്രീറ്റ് അടിയിൽ. നല്ല പോക്കാട്ട ചളി, വെള്ളം നല്ല ഒഴുകി പോകുന്നുണ്ട്. ഇവിടെ ആണെങ്കിൽ പോത്തട്ടാണ്, പോത്തട്ട, ചെറിയ അട്ടൊന്നല്ല. ഇതൊരു കലുകാണ്, കലുങ്ക്. കലുങ്കിന്റെ അവിടെ വെക്കണ വെള്ളം കയ്യിൽ പോകും. പക്ഷെ അവിടെ കാട കണ്ടില്ലേ? ഇപ്പൊ കണ്ട റോട്ടിൽ നിന്ന് മൊത്തം വെള്ളം വലിഞ്ഞില്ലേ? ഇത് വയനാട് ജില്ലയിലെ എൻ്റെ സ്വന്തം നാടായ വൈത്തിരിയിൽ നിന്നും പൊയ്തണിലേക്ക് പോണ റോട്ടിൽ സുഗന്ധഗിരി എന്ന് പറഞ്ഞ സ്ഥലത്താട്ടത്. കുറേ ദിവസമായി അതിങ്ങനെ കാണുന്നു. അപ്പോൾ സമയം കിട്ടാത്തതുകൊണ്ടാണ് ഇന്നൊരു ടൈം കിട്ടിയപ്പോൾ. അപ്പൊ സുഹൃത്തുക്കളെ കണ്ടില്ലേ? ഇത്രയേ ഉള്ളൂ. ഒരു 5 മിനിറ്റ് മെനക്കെട്ട ആർക്കും ചെയ്യാം. ഇപ്പൊ വീഡിയോ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. കണ്ടോ കണ്ടോക്ക്, മൊത്തം വെള്ളം പറ്റി. ഇവർ ഒരു ബൈക്കൊക്കെ ഇറങ്ങിയാൽ തന്നെ പ്രശ്നമില്ല. നല്ല കുത്തി ഒളിച്ച് മണ്ണൊക്കെ പോയി കഴിഞ്ഞാൽ വൃത്തിയായി. അപ്പോൾ ഇനി ഇതുപോലെ മഴക്കാലമാണ്, റോഡ് സൈഡിൽ വെള്ളം കെട്ടിയിരിക്കുക, ചളി, അപകട രീതിയിലുള്ള സംഭവങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് ഇറങ്ങിയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാട്ടത്. നിങ്ങൾക്ക് മടിയാണെങ്കിൽ എനിക്ക് മെസ്സേജ് അയച്ചോളി, നമ്മൾ വന്ന് ക്ലീൻ ചെയ്തോളാം. ഇതിപ്പോൾ ഗൾഫിൽ നിന്നൊരു സുഹൃത്ത് മെസ്സേജ് അയച്ചതുകൊണ്ടാണ് അപ്പോൾ ഇത് കണ്ടിട്ട് ഇവിടെ എത്തിയിട്ട് ഇത് ക്ലീൻ ചെയ്ത്. അവൻ്റെ ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ട് അവൻ എന്നെ ഓർമ്മപ്പെടുത്തി. അപ്പോൾ ഇതുപോലത്തെ കിടിലൻ വീഡിയോ കാണാൻ ഫോളോ ചെയ്യുക, ലൈക്ക് അടിക്കുക.
ലൈക്ക് അടക്കാതെ ആരും പോരുത്, കമൻറ്റ് വിടുക. ഓക്കെ, പുതിയൊരു വീഡിയോ മറ്റു വീണ്ടും കാണാം.